ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമ്മുടെ FC മൊബൈൽ തന്നെയാണ് കളിക്കുന്നത്. മാത്രമല്ല നമ്മുടെ റിയൽ മാഡ്രിഡ് വിസസ് ബാർസലോണയാണ് നമ്മളിന്ന് കളിക്കുന്നത്. ഇത് കളിക്കുമ്പോൾ നമ്മുടെ ടീമിലെ ആൾക്കാരില്ല. റൊണാൾഡീനോ ഇത് നമ്മുടെ റിയൽ മാഡ്രിഡിലെ മാത്രം ആൾക്കാരാണ്. അതായത് എംബാപ്പെ, വിനി ജൂനിയർ അവരൊക്കെ കണ്ടോ, അവർക്കാണ്. പിന്നെ ബാർസലോണയിൽ ലാൻസൊക്കെ യമിനി എന്നത് അവരൊക്കെയാണ് ഗേസുള്ളത്. അപ്പം നമ്മളെന്തായാലും ഇത് താമസിക്കുന്നത് നമുക്ക് കളി തുടങ്ങാം. അതിന് മുമ്പ് ഗേസ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ജസ്റ്റ് ചാനൽ സബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക്. അതുപോലെ എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം അങ്ങനെ പൊളിയാക്കുക ഗൈസ്. അങ്ങനെ എനിക്കൊരു സപ്പോർട്ട് ഇതാ ഗൈസ്. ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവന്മാരെ പറ്റിക്കാം ഗൈസ്. കണ്ട ഗൈസ്, കണ്ട ഗൈസ്. ഇത് എടാ ഗൈസ്, ആമാർ ഫൗളാണ്, നമ്മുടെ അല്ല. നമുക്കാണ് ഗൈസ് സത്യത്തെ ഫ്രീ കിക്ക് കിട്ടണ്ടേ ഗൈസ്. ഇതിലെ ഗോളി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യമാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നെയിംസ് ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. പക്ഷെ നിങ്ങളാരും കമൻറ്റ് ചെയ്തില്ല ഗൈസ്. നിങ്ങൾ റൊണാൾഡോ ഫാൻസ് ആണെന്ന് ഞാൻ അറിയാൻ വേണ്ടി ഞാൻ ആദ്യം ചോദിച്ചിരുന്നു. ബട്ട് നിങ്ങളാരും അത് പറഞ്ഞിട്ടുണ്ടായില്ല ഗൈസ്. എന്തായാലും വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. ബിക്കോസ് നിങ്ങളാരും അപ്പോൾ റൊണാൾഡോ ഫാൻസും അല്ല, ആരും മെസ്സി ഫാൻസും അല്ല, ആരും വേറെ ഫാനല്ല. അതെനിക്ക് മനസ്സിലായി ഗൈസ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്തില്ല. ഈ വീഡിയോയ്ക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. ബട്ട് നിങ്ങൾ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം ഗൈസ്. എന്ത് പറയാനാണ് ഗൈസ്. ഇതെന്താണ് പറ്റിയത്? ഇൻ്റർനെറ്റ് കണക്ഷൻ എന്തോ ഗൈസ് പറ്റിയിട്ടുണ്ട്. ഇപ്പം ശരിയായി ഗൈസ്, കുഴപ്പമില്ല. പാസ് കൊടുത്തു ഗൈസ്. എന്തോ ബഗ് അടിച്ചാണ് ഗൈസ്. ഗൈസ് ഞാൻ എന്തോ മണ്ടത്തരം കാണിച്ചു. അതെങ്ങാണോ ഗോൾ പോസ്റ്റിൻ്റെ അകത്തോട്ടാണ് പോയിരുന്നെങ്കിൽ അമ്മക്ക് ഫ്രീ ഗോൾ കിട്ടിയാൽ ഗൈസ്. പാസ്വേഡ് ഗൈസ്. ത്രോ അല്ല ഗൈസ്, എനിക്കൊന്ന് കിക്കാണ്, കോർണർ കിക്കാണ്. അല്ല ഇത് തന്നെ നമ്മൾ കളഞ്ഞെങ്കിലേ ഗൈസ് കോർണർ കിക്ക് പോകത്തുള്ളൂ. എന്നിട്ട് എറിയടാ ഗൈസ്. എന്തോ വലിയ സ്കില്ല് ഗൈസ്. പക്ഷെ നമ്മുടെ അടുത്തൊന്നും നടക്കില്ല. കാരണം നമ്മൾ ഈ സ്കില്ലൊരു 10,000 വട്ടം കണ്ടിട്ടുള്ളതാണ്. അത് കുറേ ആൾക്കാരുടെ അടുത്ത്. ഇവന്മാരെക്കാട്ടി വലിയ രാജാക്കന്മാർ നമ്മുടെ അല്ല ഫൗള് ഗൈസ്. ഇവന്മാരെന്താ ഗൈസ് ഇങ്ങനെ? നമ്മളല്ല ഫൗള്. അടിക്കടാ. അങ്ങനെ നോക്കിക്കണ്ടേ. എനിക്ക് സംശയമുണ്ട് ഇവന്മാരെ ഓട്ടോ ഇട്ടാണോ കളിക്കുന്നതെന്ന്. അതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കളിച്ചോളൂ. അതിനെങ്ങനെ ഗൈസ് സമയം എടുക്കും കുറേ. എടാ ഇവന്മാർ നല്ല ടാക്കിൾ ചെയ്ത് നമ്മളിന്ന് ബോൾ വാങ്ങിക്കാൻ നല്ല ഇതാ ഗൈസ്. ഇതെന്താണ് നമുക്കൊരിക്കലും കിട്ടാത്ത? നമ്മൾ കുറ്റം ചെയ്താലും അവന്മാർ കുറ്റം ചെയ്താലും അവന്മാർക്ക് തന്നെ എല്ലാം ഫ്രീ കിട്ടി. കണ്ട ഇവന്മാർ ഓട്ടോ ഇട്ടാണ് കളിക്കുന്നത് ഗൈസ്. എടാ ബോൾ ഗൈസ്. ഇനി പെനാൽറ്റി വല്ലതും ഉണ്ടോ ഇവിടെ വെച്ച് എന്തെങ്കിലും പറ്റിയത്? അവന്മാരുടെ അല്ല ഗൈസ്, ഓഫ് സൈഡാണ്. കുഴപ്പമില്ല. പേടിക്കുന്നില്ല ഗൈസ്, പേടിക്കുന്നില്ല. ഫ്രീ കിക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഞാൻ വിചാരിച്ച ഗൈസ് അത് ഗോളായെന്ന്.
ഗൈസ് പാസ് കൊടുത്തു. ഗൈസ് ഈ ഗോൾ അടിക്കണം. നിങ്ങൾ ഈ വീഡിയോക്ക് എന്തായാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഗൈസ്. പക്ഷെ അടിച്ചില്ല. ഇതെന്താണ്? ഹാഫ് ടൈം. നമുക്ക് ഗൈസ് ഇവിടുന്ന് സ്റ്റിക്കറൊക്കെ വിടാമാർക്ക് നമുക്ക് ഇട്ടുകൊണ്ടിരിക്കുക ചിരിക്കുന്നതായിട്ട്. നമ്മളൊരു ഗോൾ അടിച്ച് കഴിയുമ്പോഴാണെങ്കിൽ നമുക്ക് ചിരിക്കുന്നതിൻ്റെ തന്നെ ഇട്ടുകൊണ്ടിരിക്കാം ഗൈസ്. കണ്ടോ ഗൈസ്? കണ്ടോ അവിടെ അവന്മാർ പക്കടിച്ച്? അതിൻ്റെ അർത്ഥം അവന്മാർ ഓട്ടോ ആയിട്ടാണ് ഗൈസ് കളിക്കുന്നത്, സ്വന്തമായിട്ട് കളിക്കല്ല. അവന്മാർക്കറിയാം ഗൈസ് സ്വന്തമായിട്ടിട്ട് കളിച്ചാൽ പൊട്ട് വന്ന്. ചുമ്മാ അല്ല ഗൈസ്, അവന്മാർക്ക് തന്നെ ഫ്രീ കിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം അതാകുമ്പോൾ മെഷീനല്ലേ കളിക്കുന്നത് ഗൈസ്. അടിക്കണം. എനിക്കെന്ത് ദേഷ്യം വരുന്നു ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിലെങ്കിലും നമുക്ക് ഗൈസ് ഇന്നത്തെ വീഡിയോ പക്ഷേ ഇച്ചിരി ഞാൻ ലേറ്റായിട്ടാണ് ഇട്ടത്. ഇടാൻ മറന്നുപോയി ഗൈസ്. മറന്നുപോയല്ല, സമയം കിട്ടിയില്ല ഗൈസ്. പിന്നെ ചില ദിവസമൊക്കെ വീഡിയോ ഇട്ടില്ലായിരുന്നല്ലോ. അതൊക്കെ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു, അതായിരുന്നു ഗൈസ്. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടെ കേട്ടോളൂ ഗൈസ്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ വെക്കേഷനൊക്കെ ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളെന്നൊക്കെ കമൻറ്റ് ചെയ്യ്, അറിഞ്ഞിരിക്കാമല്ലോ ഗൈസ്. ഇതുവരെയായിട്ടും നമ്മൾ ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല കേട്ടോ. അല്ല ഗൈസ്, വേണ്ട ഗോൾ അടിക്കണ്ട. നമുക്ക് ഗൈസ് ഇത് നമുക്ക് ഗൈസ് പെനാൽറ്റിയിൽ തീർക്കാം. അത് മതി, അതാണ് ഗൈസ് നല്ലത്. പെനാൽറ്റി തീർക്കാം. ഇപ്പം നമുക്ക് ചുമ്മാ സമയം കളയാം ഗൈസ്. ഫ്രീ കിക്ക് എടുത്ത് അങ്ങനെയൊക്കെ സമയം കളയാം. അല്ലെ ഒരെണ്ണം അങ്ങ് അടിച്ചേക്കാം ഗൈസ്, വലിച്ചടിച്ചേ. ഗൈസ് അത് ഗോളാവണ്ടായിരുന്നു ഗൈസ്, പക്ഷെ നല്ലൊരു അടിയായിരുന്നു അത്. ഓട്ടോ ഇട്ട സാധാരണ ഇങ്ങനെ അടിക്കേണ്ടതല്ല, അങ്ങനെ അടിക്കേണ്ടതല്ല, അങ്ങനെ പിടിക്കേണ്ടതല്ല. ആദ്യമായിട്ടെങ്കിലും ഇപ്പോഴെങ്കിലും കിട്ടണം നമ്മക്കൊരു ഫ്രീ കിക്ക്. നേരത്തെ അവന്മാർക്ക് ഞാൻ ഗൈസ് മിണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ അവന്മാർക്ക് കിട്ടുന്നോന്ന് നോക്കാൻ. ഓഫ് സൈഡ് ഗൈസ്, ഓഫ് സൈഡായി ഗൈസ്. നമ്മളെല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ 2 മാച്ച് വെച്ച് കളിക്കും ഗൈസ്. പക്ഷെ ഒത്തിരി ലോങ് ആകുമെന്നുള്ള ഒരു ഇതിലാണ് ഗൈസ് ഞാൻ കളിക്കാത്തത്. ബട്ട് ഗൈസ് നമ്മൾ നാളെ ഉറപ്പായിട്ടും നമ്മൾ ഉറപ്പായിട്ടും കളിച്ചിരിക്കും ഗൈസ്. ഉറപ്പായിട്ടും നാളെ നമ്മൾ 2 മാച്ച് കളിച്ചിരിക്കും. അതിനൊരു വിഷയമല്ല. ഇന്നെന്തായാലും ഞാൻ കളിക്കണില്ല, ഇന്നത്തെ സമയമില്ല. ഗോളായടാ അത്. ഞാൻ വെച്ച ഗോളായെന്ന് യേശു. ഇതാണ് ഓക്കെ ഫുൾ ടൈമായി. ഇനി നമുക്കൊരു ടൈം തരും. പിന്നെ ഇതും നമുക്ക് ചുമ്മാ ആളാണ് ഗേസ്, കാരണം ബിക്കോസ് ഇത് കുറച്ച് നേരമേ ഉള്ളൂ. നമുക്ക് എങ്ങനെങ്കിലും ഈ സമയം കളയണം. എന്നിട്ട് ഗേസ് പിന്നെ ഓർക്കുന്നില്ല, കഴിഞ്ഞ വീഡിയോ എന്തായാലും ഒരു നല്ല വീഡിയോ ആയിരുന്നു. ബിക്കോസ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് വണ്ടാജിക്കിനെ പ്ലെയറിനെ കിട്ടി, ലെജൻഡറി പ്ലെയറിനെ, അതുപോലെ വേറെ കുറേ പ്ലേയേഴ്സിനെ കിട്ടി. അങ്ങനെ നല്ലൊരു വീഡിയോ ആയിരുന്നു ഇന്നലെ ഗൈസ് കഴിഞ്ഞ ഇട്ട വീഡിയോ. എന്തായാലും ഇന്നത്തെ വീഡിയോ പിന്നെ നമുക്ക് ആരെയും കിട്ടിയില്ല. പിന്നെ നമ്മുടെ ഇതിനൊക്കെ നമ്മുടെ ടീമിലെ ക്ലബിലൊക്കെ കുറച്ച് ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട്.
കുറച്ച് പേരെ എടുത്ത് കേസ് റിസർവ് വെച്ചു. പിന്നെ കുറച്ച് പേരെ എടുത്തിട്ട് ഞാൻ എന്താ കേസ് പറയാ, നമ്മളല്ലാതെ വെക്കുമല്ലോ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വന്ന് കിടപ്പുണ്ടല്ലോ ഗൈസ്. മോഡ്രിക്കൊക്കെ ഇവിടെ ഉണ്ടോ? എന്നാൽ ഗൈസ് നമുക്ക് മോഡ്രിക്കിനെയൊക്കെ എടുത്ത് വെക്കാം. ഗൈസ് ഗുള്ളറുണ്ട്. എടി ഇവരൊക്കെ ഉണ്ടായിട്ടാണ് ഗൈസ് ഞാനിത് വെക്കായിരുന്നു. സേവ് കൊടുക്കാം. ഗൈസ് എനിക്ക് ബെൽഗാമിന് 106 അത്രാമത്തെ നമ്മുടെ യെല്ലോ കാർഡാണ് ഗൈസ് കിട്ടുന്നത്. കൊള്ളാം എന്തായാലും. എടി ദേഷ്യം വരുന്നത് ഗൈസ്. ഇമാരെന്ത് സമയം എടുത്താണ് ഗൈസ് അടിക്കുന്നത്. ഇവിടെ ഞാൻ വിചാരിച്ചു ഗൈസ് അത് ഗോളായെന്ന്. അവർക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു അത് കിട്ടിയത് ഗൈസ്. അത് ഞാൻ പറയാം. എടാ കുറച്ചുകൂടെ അടുത്ത് നേരത്തെ എനിക്ക് തോന്നുന്നത് ഗോളായിരുന്നു. പക്ഷേ ഗൈസ് നമുക്കറിയാമല്ലോ നമ്മുടെ എല്ലാ കളിയിലും ഒരു ടാലൻ്റ് എന്താണെന്ന് വെച്ചാൽ പെനാൽറ്റി. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ പെനാൽറ്റിയിലെ നമ്മളെപ്പോഴും എല്ലാ കളിയും തീർക്കാവും. എന്നുവെച്ചാൽ നമ്മൾ അത്രയും നേരം സമയം കളയണം ഗൈസ്. സമയം നേടിങ്ങനെ കണ്ടു ചുമ്മാ ബോളിട്ട് തട്ടി 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 സമയം കളയണം. ഇങ്ങനെ ത്രോ കൊടുത്ത് ഫ്രീ കിക്ക് കൊടുത്ത് ഫൗൾ ചെയ്ത് അങ്ങനെ നമ്മൾ സമയം കളയണം. എന്നിട്ട് പെനാൽറ്റി നമുക്ക് സിമ്പിളാണ്. പിന്നെ ഗൈസ് ഞാൻ അത്രങ്ങ് ഇതായിട്ട് പറഞ്ഞതല്ല. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ അവന്മാരെ തോൽപ്പിക്കാം. എത്ര മാർക്ക് വേണമെങ്കിലും നമുക്ക് തോൽപ്പിക്കാം. അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്കറിയാമല്ലോ ഗൈസ് നമ്മളൊരു ടീമിനെ 5 മുട്ടയ്ക്കൊക്കെ പൊടിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ടൈം പിന്നെ നിന്ന് ഗൈസ്. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് പെനാൽറ്റിയാണ് ഗൈസ്. അല്ലല്ല ഇത് പെനാൽറ്റിയാണ് ഗൈസ്. ഞാൻ പറഞ്ഞാണ് ബിഗിനേഴ്സിനുള്ളതാണ് നമ്മുടെ പെനാൽറ്റിയുടെ ഊഴം. ഇന്ന് ഞാൻ അതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ, വേറൊന്നുമല്ല. അതെനിക്ക് അല്ലാതെ അവന്മാരെ എങ്ങനെ പൊട്ടിക്കായിരുന്നു. നമ്മൾ ഇത്രയും കളിച്ചത് നമ്മളല്ലാതാണ് പൊട്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഗൈസ് ഈ വീഡിയോ മാത്രമായിട്ടൊന്ന് കാണിച്ചു തന്നെന്ന് മാത്രം, വേറൊന്നുമല്ല ഗൈസ്. ഇതാണ് ഇവന്മാരെ ഇങ്ങനെ പറ്റിക്കണം. നമ്മൾ ഈ സൈഡിലോട്ട് അടിക്കുമ്പോൾ അവന്മാരെ ഒരിക്കലും അങ്ങോട്ട് അടിക്കാൻ പോകും. ഓ ബോള് ഇങ്ങോട്ട് പോയാൽ മതിയായിരുന്നു ഗൈസ്. ഇവിടെ ഗൈസ് തട്ടിക്കളഞ്ഞ്. അയ്യോ ഗൈസ് നമ്മളിനി എന്തോ ചെയ്യുന്നേ ഗൈസ്? എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇങ്ങോട്ട് എനിക്കറിയത്തില്ല. ഏതൊക്കെ തട്ടിക്കളഞ്ഞാൽ മതിയായിരുന്നു ഗൈസ്. പോയി ഇല്ല ഗൈസ്. നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമുക്ക് പോയാൽ അവർക്ക് പോവും. അത്രേ ഉള്ളു ഗൈസ്. നമ്മൾ താഴെക്കൂടെ വിട്ടു അങ്ങനെ കേട്ടോ. ഓ എന്തോ ഭാഗ്യത്തിന് എങ്ങനെയോ ഗോള് കയറി ഗൈസ്. പക്ഷെ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. അമ്മമാരെ ഇതെന്തായാലും ഗൈസ് ഗോളാണ്. അമ്മയുടെ ഗോളാണ്. യമലാണ് അടിക്കുന്നത്. എടാ അടിച്ചില്ലടാ, ഗോൾ അടിച്ചില്ല. നമുക്ക് ഈ പെനാൽറ്റി കണ്ടിന്യൂ ചെയ്യണോ ഗൈസ്? ചെയ്യണോ വേണ്ടായോ ഗൈസ്? ചെയ്യണ്ട. നമുക്ക് ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കാം. പിന്നെ മുന്നിലോട്ട് ഞാനായിട്ട് കൊണ്ടുവന്നില്ല ഗൈസ്. അപ്പോൾ ബൈ. അങ്ങനെ നമ്മൾ 4-2 നമ്മുടെ ബാർസലോണയെ നമ്മുടെ ബാർസലോണയാണ് ഗൈസ് നമ്മൾ പൊട്ടിച്ചേക്കുന്നത്. ബാർസലോണ അറിയാമല്ലോ മെസ്സിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ മാച്ച് മെസ്സി ഒന്നുമില്ലായിരുന്നു. ലാൻസഗൈ യമൽ അവരൊക്കെ ഉള്ളായിരുന്നു. എന്നാലും ഗൈസ് റിയൽ മാഡ്രിഡും ബാർസലോണയെ പൊട്ടിച്ചു. പക്ഷേ ഇതെന്താണ് ലോഡാവാത്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ റൊണാൾഡോ ഫാൻസ്, മെസ്സി ഫാൻസ് അതൊക്കെ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2 മാച്ച് കളിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം ഞാനെന്തായാലും വെച്ച് താമസിപ്പിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലോങ് ആയോ അതോ ഷോർട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെല്ലാം നിങ്ങൾ
കമൻറ്റ് ചെയ്യുക താഴെ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ബൈ.